ഹായ്, വെൽക്കം ടു മാസ്റ്റർ. നമുക്കിന്ന് എക്സലിൽ നമ്മൾ കയ്യിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഡാറ്റയിൽ ഫസ്റ്റ് കോളം അതല്ലെങ്കിൽ സെക്കൻഡ് കോളം അതല്ലെങ്കിൽ കംപ്ലീറ്റ് കോളങ്ങൾ ഡ്യൂപ്ലിക്കേഷൻ എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ഹൈലൈറ്റ് ചെയ്യും, അതെങ്ങനെ റിമൂവ് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ്സ് എങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് ആണെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ABC എന്ന് പറയുന്ന 3 കോളങ്ങൾ, LED നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ ഇപ്പം ഒരു ഉദാഹരണത്തിന് കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ പേര്, അവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ പേര്, ഇവൻറ്റ്സ് ഇട്ടുണ്ട്. ഇവിടെ ഉദാഹരണത്തിന് ഞാൻ കളർ കോഡ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കുന്നതിന്. ഫോർ എക്സാമ്പിൾ സെർച്ച് ചെയ്തെന്ന് കോളേജിൽ നേരെ രാജ്കുമാർ എന്ന സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റ് പിന്നെ ഒരു ലോങ് ജമ്പ് ഉണ്ട്, ഇവിടെ 2 സ്ഥലമുണ്ട്, ഇങ്ങനെ 3 ഇവൻറ്റ്സിൽ പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ നെഹ്റു കോളേജ് ഒരേ കുട്ടി തന്നെ ഒരേ ഇവൻറ്റിന് പങ്കെടുക്കുന്നതായിട്ട് കാണിക്കുന്ന 4 ലൈൻസ് ഉണ്ട്. അത് റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്, മറ്റേത് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എങ്ങനെ ഇതെങ്ങനെയാണ് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് അതായത് കോളേജ് മാത്രം ഡ്യൂപ്ലിക്കേഷൻ കണ്ടെത്താനാണെങ്കിൽ നമ്മൾ ആ കോളം സെലക്ട് ചെയ്ത് ഫോർമാറ്റിംഗ്, കണ്ടീഷൻ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഇത് സെലക്ട് ചെയ്താൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. പക്ഷേ നമുക്കിത് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾക്ക് അറിയേണ്ടത് ഒരു കോളേജിലെ ഒരേ സ്റ്റുഡൻറ്റ് എത്ര കുട്ടികൾ ഉണ്ട് എന്ന് നോക്കാനാണെങ്കിൽ എയും ബിയും കൂടെ സെലക്ട് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാം സെർച്ച് ചെയ്ത് കോളേജ് രാജ്കുമാർ ഡ്യൂപ്ലിക്കേഷനാണ്, അതായത് ഒന്നിൽ കൂടുതലുണ്ട്. അതേപോലെ നെഹ്റു കോളേജ് ഫിറോസ് ഖാൻ എന്ന് പറയുന്ന കുട്ടി മൂന്നെണ്ണത്തിലുണ്ട് ഡ്യൂപ്ലിക്കേഷനാണ്. ഇനി നമ്മൾ അതും കളിയാണ്, 3 കൂടെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ഡാറ്റ നോക്കുകയാണെങ്കിൽ 3 സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യണം. ഇവിടെ നമ്മൾക്ക് ഈ 3 മുതൽ 6 വരെയുള്ള ലൈൻസ് അതെന്തുകൊണ്ട് ഇവിടെ 400 മീറ്റർ ഹൈ ജമ്പ് ഇതൊക്കെ ഡ്യൂപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്ക് എടുക്കാവുന്നത് 3 ലൈനും ഒരേപോലെ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമാണ്. എങ്കിൽ പോലും ഇതിവിടെ ഇൻകംപ്ലീറ്റ് ആണ്. അതായത് ഇൻകംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കോളേജ് രാജ്കുമാർ ലോങ് ജമ്പിന് 2-3 പ്രാവശ്യം ഇല്ല, കാരണം ഒരു പ്രാവശ്യമേ ഉള്ളൂ. നമുക്ക് 1-ാമത്തെയും കോളം 2-ാമത്തെയും കോളം എടുക്കുന്നത് വരെ കറക്റ്റ് ഡാറ്റയാണ് കാണിച്ചു തന്നിരിക്കുന്നത്. തേർഡിൽ തെറ്റിയിട്ടുണ്ട്. കാരണം തേർഡിൽ നമ്മൾക്ക് എല്ലാം ഡ്യൂപ്ലിക്കേഷൻ അല്ല, പക്ഷേ അതേസമയം ഒരേ ഇവൻറ്റ് എന്ന് പറയുന്നത് ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ട്, ഒന്നിൽ കൂടുതൽ ഉള്ളതുകൊണ്ട്, പല കുട്ടികളും പങ്കെടുക്കുന്നതുകൊണ്ട് ഇവൻറ്റ് ഡ്യൂപ്ലിക്കേഷനായിട്ട് കാണിക്കുന്നു. അത്തരം സന്ദർഭത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളത് നോക്കിയാൽ, നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഡാറ്റ റിമൂവ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ABC 3 കോളം സെയിം ആയിട്ടുള്ളതൊക്കെ പോകേണ്ടതാണ് സത്യത്തിൽ. നമ്മൾക്ക് അതേസമയം AB സെയിം ആയിട്ടുള്ളത് പോകരുത്. അപ്പം ഡാറ്റയിൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എടുക്കുക. അപ്പം ഇവൻറ്റ് ഇത് 3 റിമൂവ് ആയിട്ടുള്ളത് ABC സെയിം ആയിട്ടുള്ള മുഴുവൻ പോകണം, അതിലൊന്ന് മാത്രം നിൽക്കണം. കാരണം ഡ്യൂപ്ലിക്കേഷൻ ബാക്കി 2 ആണല്ലോ. ഇവിടെ നമുക്കിപ്പോൾ നോക്കാം, ഇത് കറക്റ്റായിട്ട് പോയിട്ടുണ്ട്. ഡാറ്റ റിമൂവൽ കറക്റ്റാണ്, പക്ഷേ ഹൈലൈറ്റിങ്ങിൽ നമ്മൾക്ക് വേണ്ടതുപോലെയല്ല കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ABC സെയിം എന്ന് കാണിച്ചിരിക്കുന്ന ഈ 3 ലൈനിന് അഗെയിൻസ്റ്റുള്ള 3 ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പം ഡ്യൂപ്ലിക്കേഷൻ അല്ലാതാകുന്നുണ്ട്, 1 മാത്രം കീപ്പ് ചെയ്തു. അതേപോലെ രാജ്കുമാർ എന്ന് പറയുന്നത് ലോങ് ജമ്പിൻ്റെ ഇത് വേറെ ആയതുകൊണ്ട്, ഇത് 3 ഇവൻറ്റ്സ് വേറെ ആയതുകൊണ്ട് പേരും കോളേജും സെയിം ആണെങ്കിലും അതവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ Ctrl+Z അടിക്കാം. ഇങ്ങനെ ഒരുപാട് കോളംസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ്, അതായത് എല്ലാ കോളം ABCD അങ്ങനെ എല്ലാ കോളങ്ങളും ഈക്വൽ ആണെങ്കിൽ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്, ചെറിയൊരു മെത്തേഡ്, അതായത് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈക്വൽ ടു നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ആൻഡ് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഒരു ആൻഡ് ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇത് 3 കൂടെ കൂട്ടി യോജിച്ചിട്ടുള്ളൊരു ടെക്സ്റ്റാണ് വരുന്നത്. അത് നമുക്കിവിടെ നോക്കാം. 3 കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് വരുന്നത്. നമ്മൾക്കത് ചെറുതാക്കാം തൽക്കാലം. ഇനി ഈ ഒരു കോളം ഡ്യൂപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർമാറ്റ് ഡ്യൂപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണ് എക്സാക്ട്ലി ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കുന്നത്. നമുക്കിവിടെ കാണാം ABC സെയിം, ഇത് മാത്രമാണ് കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ഇതിൽ 1 കീപ്പ് ചെയ്തുകൊണ്ട് ബാക്കി 3 കളയേണ്ടതാണെന്ന് അർത്ഥം. ഇതിനെ നമ്മളിവിടെ വെച്ചുകൊണ്ട് ഡാറ്റയിൽ റിമൂവ് ഡ്യൂപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം എക്സ്പാൻഡ് ദ സെലക്ഷൻ, അതെല്ലാം കണ്ടിന്യൂ വിത്ത് കറൻറ്റ് സെലക്ഷൻ. ഈ സെലക്ഷൻ വെച്ച് തന്നെ, അതായത് ഈ ബാക്കി ഡാറ്റ പോവില്ല, ആവശ്യമായത് മാത്രമേ ബാക്കി ഡാറ്റ അവിടെ കീപ്പ് ചെയ്യും. അങ്ങനെയാണ് കണ്ടിന്യൂ വിത്ത് കറൻറ്റ് സെലക്ഷൻ. ഇതിപ്പോൾ നമുക്ക് നോക്കാം, ആവശ്യമില്ലാത്ത കളിയും. ഇപ്പോൾ ഈ 3 പോയി. ഇപ്പോൾ നമുക്കറിയാം ഈ 3 ഡ്യൂപ്ലിക്കേഷനാണ്, കളയേണ്ടതാണ്. അപ്പം
ഇതല്ലാതെ VBA സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്കിലും നമ്മൾക്ക് അത്രത്തോളം പോകേണ്ടി വരുന്നില്ല. നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.